ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഓളൊന്ന് ഓപ്ഷൻ അമർത്താനും ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറന്നുപോയി ലൈക്ക് അടിക്കാനും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇനിയും കാണാമല്ലോ എൻ്റെ വീഡിയോസ്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ എക്സിബിഷന് പോയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പർച്ചേസൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ എക്സിബിഷന് പോകുമ്പോൾ പർച്ചേസ് ചെയ്യൽ പതിവുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ എപ്പോഴും പിള്ളേരെ കൊണ്ടാണ് പോവാറ്. അവരുടെ ആവശ്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കാറ്. ഇന്ന് എൻ്റെ ആവശ്യങ്ങൾക്കായിരുന്നു മുൻതൂക്കം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് പാറമേക്കാവിൻ്റെ അവിടെയാണ് ബസ് ഇറങ്ങിയത്. തൊട്ട് നേരെയാണ് വടക്കുന്നാഥ്, അതാണ് ആ കാണിച്ചത് കേട്ടോ. അവിടെ വന്ന് കയറിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ചേട്ടനൊക്കെ കാത്തു നിന്നു. ചേട്ടൻ വന്നതിനിടയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ട് ജോലി സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത് ഇറങ്ങി ഉള്ളിൽ കയറിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ടിക്കറ്റ് എടുത്താൽ ഞാൻ ടിക്കറ്റ് തരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചത്. അതിന് മുന്നേ എന്നെ കണ്ടിരുന്നു കേട്ടോ. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ചേട്ടൻ്റെ വൈഫാണെന്ന്. ചിലപ്പോൾ നമ്മളേക്കൊന്നും എല്ലാവരെയും അറിഞ്ഞു എന്ന് വരില്ലോ. ആദ്യം തന്നെ നമ്മുടെ കുഷ്യനാണ് കണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമല്ലേ ഞാൻ കുഷ്യൻ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതപ്പോൾ വാങ്ങിച്ചില്ല. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ റേറ്റുകൾ വ്യത്യാസം വരും. പിന്നെ ഈ ടേബിൾ, നമ്മുടെ ഇവിടുത്തെ ടേബിൾ പോലെ ഇല്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ചേട്ടനത് വലിയ ഇഷ്ടമായി. അപ്പോൾ അതങ്ങനെ നോക്കി നടന്നു. പിന്നെ ഭരണികൾക്ക് വില കൂടുതലുള്ള സ്ഥലമുണ്ട്, വില കുറവുള്ള സ്ഥലമുണ്ട്. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നോക്കി വില ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവിനൊക്കെ കിട്ടും, നല്ല സാധനങ്ങളും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാനും പർച്ചേസ് ചെയ്യാൻ അറിയണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ കത്തി എനിക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിലും എൻ്റെ ഏരിയ അത് നല്ലത് നോക്കി വാങ്ങിക്കാൻ എനിക്ക് അത്ര വശമില്ലാത്ത കാരണം കൊണ്ടാണ് ചേട്ടൻ നോക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറേ കുട്ടി ഐറ്റംസുകളുണ്ട്. അതൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മുടെ വെറുതെ പൈസ കളയാനായിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അതൊന്നും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിലുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കണ്ട. പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാരി കൂട്ടി കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് വാങ്ങിക്കണമെന്ന് നമ്മൾ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് 200 രൂപയാണ് കീ ഇടാനുള്ളത് കേട്ടോ. അത് വാങ്ങിച്ചില്ല. പിന്നെ കപ്പിൻ്റെ അവിടെയും വീണ്ടും കുറേ സ്ഥലത്തുണ്ട് കപ്പും ഭരണിയൊക്കെ. അപ്പോൾ കപ്പ് വാങ്ങിച്ചു കേട്ടോ. അത് വാങ്ങിക്കണം ഞാൻ മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചില്ലിൻ്റെ കപ്പ് വാങ്ങിക്കണം വിചാരിച്ചിരുന്നത്. അത് കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇത് തന്നെയായി. അപ്പോൾ അതിന് റേറ്റ് കുറവുണ്ട്. ഞാൻ ആദ്യം അതിന് ചോദിച്ചപ്പോൾ 250 പിന്നെ 200 പറഞ്ഞു, പിന്നെ 150 കിട്ടി കേട്ടോ. പിന്നെ ബാഗ് വാങ്ങിക്കാൻ പോയി. ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ബാഗ്. അപ്പോൾ ചേട്ടൻ എല്ലാത്തിനും സിബ് നല്ലതാണോ എന്ന് നോക്കുകയാണ്. ലാസ്റ്റ് ആ നിൽക്കുന്ന പയ്യന് ദേഷ്യം വന്ന് എല്ലാ സിബുകളും തുറന്നാങ്കിടൊക്കെ വലിച്ച് കാണിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ പോന്നു ചെരുപ്പ്, കോലാപ്പൂരി ചെരുപ്പാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ നോക്കി ഇങ്ങനെ നടന്നു. പിന്നെ നമുക്ക് വാങ്ങിക്കാൻ വിചാരിച്ച സാധനങ്ങൾ മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. പെട്ടെന്ന് അവിടെ ആയിട്ട് കണ്ടതിൽ വാങ്ങിക്കാണ്ടിരുന്നത് ഞാനൊരു ചുരിദാറായിരുന്നു കേട്ടോ. അത് നല്ല വൈറ്റ് ചുരിദാർ, പാൻറ്റ് ഫ്രില്ലൊക്കെ വെച്ചിട്ട്. എനിക്ക് കുറച്ച് നാളെ ഞാൻ വൈറ്റ് ചുരിദാർ വാങ്ങിക്കണമെന്ന് വിചാരിക്കണേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് വാങ്ങിക്കാത്തതിൽ ഇത്തിരി വിഷമം തോന്നി. കുഷ്യൻ 100 രൂപ 90 രൂപയുടെ ഉണ്ട്, 120 രൂപയുടെ ഉണ്ട്, 150 രൂപയുടെ ഉണ്ട്. ഞാനൊരു 120 രൂപയുടെ വാങ്ങിച്ചു കേട്ടോ. 90 രൂപയുടെ വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. നോക്കിയപ്പോൾ തീരെ ഒരു സുഖമില്ല. 150 രൂപയുടെ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് തുണി വെച്ചിട്ടാണ്, പഞ്ഞിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ 120 രൂപയുടെ വാങ്ങിച്ചു. പിന്നെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനായിട്ട് റോസ്മേരി വാങ്ങിച്ചു. മുൾട്ടാണി മിട്ടി വാങ്ങിച്ചു കേട്ടോ. അത് ആദ്യം പറയുന്നുണ്ടായിരുന്നു, അവൻ ചിലപ്പോൾ ഉപയോഗിക്കൊന്നുമില്ല. എന്നാലും പറഞ്ഞപ്പോൾ പിന്നെ പിള്ളേരല്ലേ, അവരങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവച്ചു, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ. പിന്നെ വീണ്ടും കത്തികൾ വന്നു. കത്തികൾ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് 50 രൂപയുടെയും 30 രൂപയുടെയും 70 രൂപയുടെയും ഒക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് 120 രൂപയുടെയാണ് കേട്ടോ. നല്ല കത്തി നോക്കി വാങ്ങിച്ചു. നല്ല അടിപൊളി കത്തിയായിരുന്നു. പിന്നെ വിത്തുകളുണ്ടായിരുന്നു. അത് ഞാൻ വിത്ത് വാങ്ങിച്ചത് മല്ലിയുടെയും അതുപോലെ നീളം പയറിൻ്റെയും വിത്താണ് വാങ്ങിച്ചത്. പിന്നെയും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, അതൊന്നും മുളക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ വക വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ പോട്ടെ, നമ്മൾ കുറേ വിത്തൊക്കെ വാങ്ങിച്ച് പാവിയിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ പാൻറ്റ് 350 രൂപയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പാൻറ്റൊക്കെ ഏറെക്കുറെ കളർ എനിക്കിപ്പോൾ ഉണ്ട്, അത് വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കേണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചുളിവുള്ള ചുരിദാർ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതെപ്പോഴെങ്കിലും വാങ്ങിക്കണം. ഇന്ന് എന്തായാലും ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ജീൻസ് 650 രൂപ, അതും അങ്ങനെ. ചുരിദാറുകൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയെടുക്കാൻ വെച്ചൊക്കെ നമുക്ക് നല്ലതിന് കിട്ടും, നല്ലത് റേറ്റ് കുറവിന് കിട്ടും കേട്ടോ.
പിന്നെയും കത്തികൾ വന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ കത്തി വാങ്ങിച്ചത്. ഒരു കത്തി വാങ്ങിച്ചു. അതുപോലെ തന്നെ പിന്നെ അത് ഞാൻ വീഡിയോയിൽ അത്ര എടുത്ത് കാണിച്ചില്ല തോന്നണം. പിന്നെ അരിവാത്തൊട്ടിയിലെ അരിവാളുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഇതാ പാലക്കാടൻ ശർക്കര, പാലക്കാടൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അലുവ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പുറം ചൊറിയുന്നത് അലുവ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാമ്പഴത്തിൻ്റെ അലുവയാണ് തന്നത്. പക്ഷേ 1 കിലോന് 500 രൂപ എന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം കൊണ്ട് വാങ്ങിച്ചില്ല. ഇത്തിരി 1 കിലോന് 500 രൂപയൊക്കെ മാമ്പഴത്തിൻ്റെ അലുവയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും മാമ്പഴം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. ഇതായി ഒരു ബ്ലൗസ് നല്ല വർക്കൊക്കെ ഉണ്ട്. 800-750 രൂപയ്ക്കാണ്. ചെറിയ പെൺകുട്ടികൾ ഏറെക്കുറെ ഒക്കെ അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് അത്രയും വർക്കുള്ളത് ഈ ഒരു വാങ്ങിച്ച് ചെയ്യുമ്പോൾ കുറേ പണിയല്ലേ, ലാഭമുണ്ട്. പിന്നെ ഈ സ്റ്റോൺ വർക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇത് എന്താ അടിപൊളിയാന്ന് പറഞ്ഞാൽ 500 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു 500 രൂപ വില കുറവായിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ 500 രൂപ കൂടുതലല്ല. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ആഗ്രഹം ഉണ്ടെങ്കിൽ. അത് നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രം വാങ്ങിക്കാം. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, പൈസ കളയാനായിട്ട് വാങ്ങിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. വീട് പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇത് 1-2 മേടിച്ച് നമുക്ക് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ചുരിദാറുകൾ അടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അത്ര റേറ്റായിരുന്നു. ഈ വളകളും കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരിക്കാം, നല്ല റേറ്റായിരുന്നു, അടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഞാൻ എനിക്ക് വേണ്ട ഓർണമെൻറ്റ്സ് സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അത് വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ കുറച്ച് ആളായിട്ട് ഇത്തിരി വാങ്ങിക്കൽ കൂടുതലായിരുന്നു. കുറച്ച് പൈസ അതിൻ്റെ ആ ഒരു വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അച്ചാർ എക്സിബിഷൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ, ഇവിടെ വന്ന എല്ലാ കൊല്ലവും ഞാൻ എക്സിബിഷൻ കാണും കേട്ടോ. കാണാൻ തുടങ്ങിയ കാലം മുതൽ ഈ അച്ചാർ വാങ്ങിക്കുക എന്നുള്ളൊരാഗ്രഹം ഇന്നാണ് അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിച്ചത്. നല്ല റേറ്റ് ഉണ്ട്. 250-ന് 150 രൂപയാണ്. നമുക്ക് സാധാരണ 150 രൂപയ്ക്ക് ഇഷ്ടംപോലെ അച്ചാർ കിട്ടും. ഇപ്രാവശ്യം അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നെ ശരിക്കും തരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരാറുണ്ടായിരുന്നു. ഈ ഒരു ഉലുവ മാങ്ങയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ വാങ്ങിച്ചത്. അധികം കെമിക്കലില്ല, വിനാഗിരി കാര്യമായിട്ട് ഒഴിച്ചിട്ടില്ല, എണ്ണയും കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് കേടാവാണ്ടിരിക്കാനായിട്ട്. ഓവർ കെമിക്കൽ ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് കെമിക്കൽ അധികം ചേർത്ത അച്ചാറുകൾ ഇഷ്ടമേ അല്ല. അടുത്ത ചുരിദാർ സെറ്റാണ് കേട്ടോ. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് വേണ്ട. പിന്നെ അടുത്ത സ്ഥലത്ത് 3D മറ്റേ പിക്ചറുകളുടെ അത്രയ്ക്ക് മോശം ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഈ ഒരു ഫ്ലവർ എനിക്ക് വലിയ ഇഷ്ടമായി. ബാക്കിയൊന്നും ഇഷ്ടമായില്ല. ഇവിടെ ഇഷ്ടം പോലെ ഫ്ലവർ ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക്. അത് കാരണം കൊണ്ട് ഇത് വാങ്ങിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുങ്കുമം പണ്ടൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് വാങ്ങിച്ച് എനിക്ക് നെറ്റിയിലിട്ടപ്പോൾ നെറ്റി കറുത്ത കളറായി. അത് പിന്നെ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഈ കമ്മലുകൾ നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, കളറൊന്നും പോവില്ല. സ്വർണം പോലെ തന്നെ ഏകദേശം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പോപ്കോൺ ചേട്ടനാണ്. അത് പിന്നെ എവിടെ പോകുമ്പോഴും അതുണ്ടാവുമല്ലോ, നമുക്കത് കുറച്ചുകൊണ്ട് നടക്കാൻ നല്ല രസമാണല്ലോ. അതും കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ നടന്നു. കുറേ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് അരമണിക്കൂറായി പോവും വീഡിയോ. അത് കാരണം കൊണ്ട് അങ്ങനെ കുറേ ഒന്നൊക്കെ കളഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് തന്നെ പറയാം. പിന്നെ ബാഗുകൾ നമ്മൾ നോക്കിയതാണല്ലോ, പിന്നെ വീണ്ടും അത് തന്നെ വാങ്ങിക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ പോയി. ലേഡീസ് ഐറ്റംസൊക്കെ എന്താ പറയുക, ഓൺലൈനിൽ കാണുന്നേക്കാളും 3 ഇരട്ടി റേറ്റാണ് ചില സാധനങ്ങൾക്ക്. അപ്പോൾ അത് കാരണം അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ യന്ത്രൂഞ്ഞാലിൽ കയറണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടാ അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ഇതായിരുന്നു ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള കാര്യമായിരുന്നത്. ഇപ്പോൾ പക്ഷേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ട് പോന്നു. പിന്നെ കടലിൻ്റെ ഉള്ളിൽ കൂടെ പോണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റിന് അധികം പൈസയില്ല, 50 രൂപ ഒരാൾക്കുള്ള വേണമെങ്കിൽ നമുക്ക് കയറാവുന്നതേ ഉള്ളൂ. പിന്നെ നേരാവിക്ക് 8 മണി 8:30 ആയിട്ടോ, ജോലി കഴിഞ്ഞിട്ടല്ലേ. അപ്പം ഞാൻ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്ത് പോന്നു. അത് ഉള്ളിലേക്ക് കയറാനായിട്ട് നിന്നില്ല. കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കുറേ കാര്യങ്ങൾ ഞാൻ കയറാണ്ടിരുന്നു. പിന്നെ കോളിഫ്ലവർ ബജി തലേദിവസമൊക്കെ കഴിച്ചത്, അത് തന്നെ വേണ്ട വെച്ചു. പിന്നെ പെർഫ്യൂം, ഇതെൻ്റെ ഏരിയയേ അല്ല, നമ്മുടെ ശ്രീകുട്ടൻ്റെ ഏരിയയാണ്, പക്ഷെ ഭയങ്കര മണാട്ടാ. പിന്നെ ഇത് ചേട്ടൻ്റെ ഏരിയയാണ്. നമ്മുടെ പഴയ സാധനങ്ങൾ വച്ചേക്കുന്ന സ്ഥലമായിരുന്നു. കുറേ കോയിനുകൾ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കയ്യിൽ കുറേ കോയിൻ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ആദ്യം ശ്രീകുട്ടനൊക്കെ വയ്യാണ്ടായപ്പോൾ അതൊക്കെ വിറ്റു. ഒരു കോയിന് 2500-3000 ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയണത്.
അപ്പോൾ അന്ന് അങ്ങനെ പിള്ളേർക്ക് വയ്യാണ്ടായപ്പോൾ അന്ന് വേറെ അങ്ങനെ ഇന്നത്തെ പോലെ കടമൊന്നും കിട്ടാനില്ല അന്നൊന്നും പൈസ. ഇന്നൊക്കെ ഇഷ്ടം പോലെ പൈസ നമുക്ക് കടം കിട്ടും. അന്നങ്ങനെ കടം കിട്ടാനൊന്നുമില്ല. അത് കാരണം ഇതൊക്കെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടനത് 1-2 വാങ്ങിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു. വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. നോക്കി നോക്കി നിന്ന് പോന്നു. ചിലരൊക്കെ വാങ്ങിക്കണവരും ഉണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ചേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബോട്ടിൽ കയറാൻ അധികം ആൾക്കാരെ കാണാനില്ല. റേറ്റ് എത്രയാണെന്ന് അറിയില്ല കേട്ടോ, നോക്കിയില്ല. അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ കർട്ടൻ നല്ല ഭംഗിയുണ്ട്. റേറ്റ് ചോദിച്ചില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കർട്ടനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കിയില്ല. പിന്നെ ചെടികളും കണ്ടു. പക്ഷേ ചെടികൾ ഇഷ്ടപ്പെട്ട ചെടി ഒരെണ്ണം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കരുത്തില്ലാത്ത പോലെയായിരുന്നു. പിന്നെ അതാ നമ്മുടെ കരിമ്പിൻ ജ്യൂസ്. പിന്നെ നമ്മൾ പോണത് ചട്ടിക്കലത്തിൻ്റെ അടുത്തേക്കാണ്. ചട്ടിക്കലം ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ബൈക്കുമ്പോൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ അത്ര നമുക്ക് നല്ലോണം കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വാങ്ങിക്കുന്ന ഒരു രസമാണ്. മോരുകറി വെക്കാനുള്ള കലച്ചട്ടി പോലുള്ള അത് എൻ്റെ കയ്യിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലോണം തന്നെ വാങ്ങിക്കുന്ന വേണ്ടാന്ന് വിചാരിച്ചു പോന്നു. പിന്നെ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് സ്പ്രിങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഫുഡാണ്, പക്ഷെ അവിടെ തിരക്കില്ല. ഇതാണ് ടാങ്ക് കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് വെള്ളം തന്നെ പീച്ചിലത്തെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. വലിയ ടാങ്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവിടെ ചക്കയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂരിൻ്റെ നടുഭാഗമാണ് ഈ കാണുന്നത്. ചക്കയും നെല്ലി അവിടെ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിഷ്യൻ്റെ സംഭവങ്ങളാണ്. മിഷ്യൻ എന്ന് വിചാരിച്ചാൽ മിഷൻ ഹോസ്പിറ്റലിൽ കേട്ടോ. അതൊന്നും ഞാൻ കയറിയില്ല. പിന്നെ കുറേ പോലീസുകാരുടെ അങ്ങനെ ബുള്ളറ്റിൻ്റെ കയറിയില്ല. ഇത് കയറിയിട്ടോ. ഇത് നമ്മുടെ പാലസ്, ശക്തൻ പാലസ്, വടക്കേ സ്റ്റാൻഡിലുണ്ട്. ഇത് ലളിതകല പിന്നെ പാറമക്കാവ്, പിന്നെ പുത്തമ്പള്ളി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തൃശ്ശൂർ ഫുള്ളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇതേ വടക്കുനാഥനെ ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്, പച്ച ലൈറ്റൊക്കെ എത്തിയിട്ട്. പിന്നെ റൗണ്ടും ഉണ്ട്, കോർപ്പറേഷനൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നടുവിൽ അമ്പലവും കാര്യങ്ങളും പിന്നെ ചുറ്റുമുള്ള കല്യാൺ ജ്വല്ലേഴ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരൊക്കെ ചിലപ്പോൾ സ്പോൺസർ ചെയ്തിട്ട് വെച്ചതാണോ എന്നറിയില്ല. അവിടെയൊക്കെ പേര് വെച്ചിട്ടുണ്ട് അവരുടെ ബിൽഡിങ്ങിലൊക്കെ. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കുറച്ച് പിള്ളേരുണ്ടായ കാരണം അത് കോർപ്പറേഷനാണ് കേട്ടോ. എനിക്കത് ശരിക്കും അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റോഡും ലൈറ്റും എന്തെന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ISROയിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ. അതും കുറേയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തുള്ളൂ. ഇപ്പം തന്നെ കൂട്ടുകാർക്ക് ബോറടിച്ചിട്ടുണ്ടോ, സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചു വന്നു. ആദ്യത്തിനെ വിളിച്ചപ്പോൾ പിന്നെ ട്രെയിൻ എന്നാണ് പറയണേ, വിമാനം ലാൻഡ് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഗ്രികൾച്ചറിൻ്റെ വിത്തുകളും വളങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തക്കാളിക്കും മഞ്ഞ കളർ ആവണതിന് എന്താ മരുന്ന് അടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് മേടിക്കണമെന്ന് വെച്ചു. നമുക്ക് അറിഞ്ഞാലല്ലേ ഇതൊക്കെ കാര്യമുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് ഏറെക്കുറെ എത്താറായി. വാട്ടറൊക്കെ എത്തിയിട്ടോ. ഇത് പകൽ പിടിക്കണമായിരുന്നു നല്ല ഭംഗി. രാത്രി ലൈറ്റ് ഇട്ടിട്ട് ഫോണിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കേട്ടോ ശംഖ് ഉണ്ടല്ലോ, വലമ്പരി ശംഖ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള പോലത്തെ എന്നൊക്കെ പറയുകയാണ് ചേട്ടൻ. പിന്നെ ഗുരുവായൂരത്തെ ഓരോരോ സംഭവങ്ങൾ കേട്ടോ. കൂടുതലായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. ഈ വിളക്ക് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ പറഞ്ഞ് വിവരിക്കുമ്പോൾ പിന്നെ എൻ്റെ വീഡിയോ അത്ര പോരാന്ന് എനിക്ക് തോന്നും. ചിലതൊന്നും ക്ലാരിറ്റി പോരാൻ തോന്നും. ഇത് അങ്ങനെ ക്ലാരിറ്റി പോരാൻ തോന്നിയൊരു സംഭവമായിരുന്നു. പക്ഷേ നല്ല ഭംഗിയാണ്. അപ്പോൾ കാണാത്തവർ ഒന്നും പോയി എക്സിബിഷനൊന്നും തീരെ കാണാത്തവർ ദിവസം വൈകുന്നേരം നേരത്തൊക്കെ പോയാൽ മതി കേട്ടോ. ഈ ചെടി എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ. അങ്ങനെ ചെടിത്തോട്ടം കണ്ടു. പിന്നെ നമ്മുടെ കോഴിയും പശുവും പഴയ വീടും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതൊക്കെ ഒന്ന് നോക്കി പോന്നു. പിന്നെ ഇവിടെ മാലാഖിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വേഗം ഓടിപ്പോന്നു. ഏകദേശം 8:30 ആയി. 8:30 8 മണി. ആ ചേച്ചി ഞാൻ പെട്ടാന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടോ. പിന്നെ മസാല ദോശയാണ് ഞങ്ങൾ 2 പേരും കഴിച്ചത്. പിന്നെ നല്ലൊരു കാപ്പിയും കൂടിയും കുടിച്ച് ഇറങ്ങി. പിന്നെ ഇന്ന് ബൈക്കൊക്കെ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് പിന്നെ ബസ് കാത്തൊന്നും നിൽക്കണ്ടല്ലോ.
അതൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ ഇറങ്ങി. പോരുന്ന വഴിക്ക് ശ്രീകുട്ടനും ആയത്തിനും തട്ടുകടയിൽ നിന്ന് ചില്ലി ചിക്കനും പൊറോട്ടയും അവർക്ക് ഇഷ്ടമുള്ളത് അതാണ്, മസാല ദോശയല്ല. അപ്പോൾ അത് കാരണം അത് വാങ്ങിച്ചു. പിന്നെ അതാ വീട്ടിൽ വന്ന് ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോ വീഡിയോസിലായിട്ട് കുറേശ്ശൊക്കെ കാണിക്കട്ടെ, എല്ലാതും ഒന്നും കാണിക്കണില്ല. കുഷ്യൻ ഇത് റെഡിയാക്കി. അതുപോലെ തന്നെ ബാഗ് അതും ഞാൻ കാണിച്ചതാണ് അല്ലേ. പിന്നെ കപ്പ്, പിന്നെ ഇനി കാണിക്കാത്തൊക്കെ അടുത്ത ഓരോ വീഡിയോസിലൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇത്രയ്ക്കൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ ഒരു കുഷ്യൻ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഷോൾ കെട്ടി തൽക്കാലത്തേക്ക് വെച്ചു. ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.